ഒരു പെൻറ്റ് ഹൗസിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഓടി കാറാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. പക്ഷേ 10 രൂപ എൻ്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു ഒരു ദിവസം. ഇന്നിപ്പോൾ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ശോഭ വിശ്വനാഥിൻ്റെ വീവേഴ്സ് വില്ലേജ്. അപ്പോൾ ആ വീവേഴ്സ് വില്ലേജ് എന്നുള്ള കൺസെപ്റ്റ്, കാരണം നമ്മളൊന്ന് ഹാൻഡ്ലൂം ആലോചിക്കുന്നതിന് 10 വർഷത്തിന് മേളിലായി ഈ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് 14 വർഷമായി. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ പുതുതലമുറ ബിസിനസ്സുകാരാണ്. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡ് ആ 14 വർഷത്തിന് മുമ്പ് ആലോചിക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? അതിന് പിന്നിലുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? ആദ്യമായിട്ട് നമ്മുടെ DYFI ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത എല്ലാ സംഘാടകർക്കും ഒരു വലിയ കയ്യടി. ബിക്കോസ് നീഡ് ഓഫ് ദ ആറാണ് ഇത്. ഈ ഒരു ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്സിൻ്റെ ഒരു ഐഡിയ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്, ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ മവാസോ ഇത് ആദ്യത്തെ ഇതാണെന്ന് മനസ്സിലായി. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. വീവേഴ്സ് വില്ലേജിൻ്റെ തുടക്കം അല്ലേ, 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഐം റിയലി പ്രൗഡ് ടു ബി എ സോഷ്യൽ ഓൺട്രപ്രണർ. സോഷ്യൽ ഓൺട്രപ്രണർ എന്ന് പറയുമ്പം സാധാരണ ഒരു സംരംഭകർ എന്താ പറയുക, ഒരു മാർക്കറ്റിലൊരു ഡിമാൻഡ് കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ച് പോവുക എന്നുള്ളൊരു കാര്യത്തിന് അപ്പുറം ഒരു പ്രോബ്ലം കാണുമ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. അപ്പം കൈത്തറി മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന, അപ്പോൾ 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ കൈത്തറി മേഖലയിൽ ഇനി അത് മുമ്പോട്ട് പോകുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നപ്പോൾ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചാണ്. അതുപോലെ തന്നെ എൻ്റെ ജനറേഷന് എന്ത് ധരിക്കാൻ പറ്റും അതർ ദാൻ സാരി അല്ലെങ്കിൽ സെറ്റുമുണ്ട് അല്ലെങ്കിൽ ധോത്തി, ട്രഡീഷണൽ വെയറിൽ നിന്നും അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതിൻ്റെ ഒരു മേക്ക് ഓവർ എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിനെ എങ്ങനെ നിലനിർത്താൻ പറ്റും. ഇപ്പോൾ 10,000 അല്ലെങ്കിൽ 10,000 നെയ്ത്തുകാരുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം വെറും 500 600 ആയിട്ട് ചുരുങ്ങുമ്പോൾ അവിടെ എങ്ങനെ നമുക്ക് അതിനെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഡൈയിങ് ആർട്ടിനെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവാം എന്നുള്ള ഒരു ആശയമായിരുന്നു വീവേഴ്സ് വില്ലേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്ത്രീകളായിരുന്നു മെജോറിറ്റി നെയ്ത്തുകാരും. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ വീവേഴ്സ് വില്ലേജ് എനിക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചാൽ ഒരു MBA ഡിഗ്രി ഉണ്ടായിരുന്നു. ഒരു പെൻറ്റ് ഹൗസിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഓടി കാറാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. പക്ഷേ 10 രൂപ എൻ്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു ഒരു ദിവസം. എൻ്റെ കയ്യിൽ ഒരു 10 രൂപ എടുക്കാനില്ലായിരുന്നു. ആ ഒരു നമ്മളെ ചിന്തിപ്പിക്കുമല്ലോ, ദാറ്റ് ഇനി എന്ത്, അല്ലെങ്കിൽ ഇതാണോ ഞാൻ എന്നുള്ളൊരു എന്താ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രീഡം ടു ചൂസ്, ഫ്രീഡം ടു ഈറ്റ് വാട്ട് ഐ വാണ്ട്, ഫ്രീഡം ടു വെയർ വാട്ട് ഐ വാണ്ട്, ഫ്രീഡം ടു ട്രാവൽ, ഫ്രീഡം ടു മേക്ക് എ ഡിസിഷൻ ഇൻ മൈ ലൈഫ്, freedom to get out of the situation which I was during that point of time in my life. അതാണ് എനിക്ക് വീവേഴ്സ് വില്ലേജ് തന്നത്. ബോൾഡ്നെസ്. എന്നെ പോലെ എനിക്ക് രക്ഷപ്പെടണം, അതിനോടൊപ്പം എൻ്റെ കൂടെ എന്നെ പോലത്തെ സ്ത്രീകളെ, അതുപോലത്തെ എന്താ പറയുക നെയ്ത്തുകാരെ ആണെങ്കിലും ആർട്ടിസൻസ് ആണെങ്കിലും ട്രൈബൽസ് ആണെങ്കിലും ഒരു എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നമുക്ക്, അതിലൂടെ കടന്നു പോകുന്നവരെയും കൂടി ഈ ഒരു സ്ഥാപനം കൊണ്ട് എങ്ങനെ നമുക്ക് ലൈഫ് ബെറ്റർ ആക്കാം എന്നുള്ളൊരു ആശയമാണ് വീവേഴ്സ് വില്ലേജ്. അപ്പം ദാറ്റ് ഗേവ് മീ എവറിത്തിങ്. വീവേഴ്സ് വില്ലേജ് ഇന്ന് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഈ ഒരു കോൺഫിഡൻസോടുകൂടി മൈക്കിലിരുന്ന് ഞാൻ സംസാരിക്കണേ, അല്ലെങ്കിൽ എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വീവേഴ്സ് വില്ലേജ് തന്നെയാണ്. ആ 14 വർഷം എടുത്ത ഒരു കഷ്ടപ്പാട് തന്നെയാണ്.